നമസ്കാരം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള വ്യക്തി നിലവിൽ ഏത് പദവിയിലാണുള്ളത്? നോക്കിയേ, സുരേഷ് ഗോപി. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഉടനടി കിട്ടും. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഓഫ് ഇന്ത്യ. അതായത് സംസ്ഥാനത്തിന്റെ പെട്രോളിയത്തിന്റെ ചുമതലയും ഒപ്പം തന്നെ സെൻട്രൽ ഗ്യാസ് ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഓഫ് ഇന്ത്യ. അതായത് പ്രകൃതിവാതകത്തിന്റെ മന്ത്രി, ചുമതലയുള്ള മന്ത്രി, അതായത് സഹമന്ത്രി. ഒരു ഹർദീപ് സിംഗ് പുരിയാണ് സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ, സഹമന്ത്രി. സ്വാഭാവികമായിട്ട് ഒരു പെട്രോളിയം മന്ത്രി സഹമന്ത്രിയുടെ ഈ സന്ദർഭത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്തായിരിക്കും? ഈ നാട് മുഴുവൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന കേരളം എന്ന സംസ്ഥാനത്തെ തൃശ്ശൂർ എന്ന മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ഇലക്റ്റഡ് ആയിട്ട് നേരെ കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ ഇപ്പോൾ പാചകവാതക സിലിണ്ടർ ക്ഷാമം അതിരൂക്ഷമാണ്. ആ സന്ദർഭത്തിൽ ഒരു കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്തായിരിക്കും? അത് എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിലെത്തിച്ച് ജനങ്ങൾക്ക് ആ ബുദ്ധിമുട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ സ്വാഭാവികമായിട്ടും സെൻട്രൽ മിനിസ്റ്ററാണ്. ആ സെൻട്രൽ മിനിസ്റ്റർ ഇപ്പോൾ എവിടെയാണ് ഉണ്ടായിരിക്കേണ്ടത്? ഡൽഹി ഓഫീസിൽ പോയി അതിനുവേണ്ട ഇടപെടൽ നടത്തണ്ടേ? എന്നാൽ എവിടെയാണ് നമ്മുടെ ഈ സഹമന്ത്രി എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കി. കാര്യം നമ്മൾ ഈ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിൽ ഏറ്റവും വലിയ സഹായം ചെയ്യേണ്ട വ്യക്തിയുടെ ഇപ്പോഴത്തെ പണി എന്താണെന്ന് ഒന്ന് ഫേസ്ബുക്കിൽ നോക്കാമെന്ന് കരുതി. കാര്യം ഈ പെട്രോളിയം സാധനങ്ങൾ അല്ലെങ്കിൽ ഈ പാചകവാതകം, വീടുകളിലെ ഗ്യാസ് അത് കിട്ടാതെ വരുന്ന സന്ദർഭത്തിൽ ആൾക്കാർക്ക് സമാധാനം കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരു പദവിയിൽ ഇരിക്കുന്ന വ്യക്തി അതെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് കയറി നോക്കിയപ്പോഴാണ് സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി എന്ന് പറയേണ്ടി വരുന്നത്. അതായത് അദ്ദേഹം ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഒരു വിഷയമല്ല. ഈ സന്ദർഭത്തിൽ കേരളത്തിൽ കുറെ ഉദ്ഘാടനം കളിച്ച് നടക്കുകയാണ്. ഒന്ന് നോക്കി, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കയറി നോക്കിയതിന് ശേഷം അദ്ദേഹം പങ്കെടുത്ത പരിപാടികളുടെ ഡീറ്റെയിൽസ് കഴിഞ്ഞ ദിവസം ഒന്ന് റെക്കോർഡ് ചെയ്തിരുന്നു. ഒന്ന് കണ്ടേ. കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പേജാണ്. രാജ്യത്തും കേരളത്തിലും പാചകവാതകം അഥവാ ഗ്യാസ് കിട്ടാതെ ജനം നട്ടം തിരിയുന്ന സന്ദർഭത്തിൽ ഒരു പെട്രോളിയം സഹമന്ത്രി, ശ്രദ്ധിക്കുക, ഈ പാചകവാതകം ഉൾപ്പെടെയുള്ളവ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഒരു സഹമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ അതിനകത്ത് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒരു പോസ്റ്റ് പിൻ ചെയ്തിരിക്കുന്നത്, അത് ജനുവരി 15. അത് നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമായിട്ട് ഒരാഴ്ചയായി. ഈ ഒരാഴ്ചക്കിടയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് പെട്രോളിയം സഹമന്ത്രിയായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളതും ജനങ്ങളെ അറിയിച്ചിട്ടുള്ളതും എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയേ, ഇതും 2025 ഒരു പോസ്റ്റാണ്. അതിനുശേഷം 56 മിനിറ്റ് മുന്നേ സുരേഷ് ഗോപി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെയും റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ്ജിയുടെയും നേതൃത്വത്തിൽ കേരളത്തിലെ യാത്രക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യം യാഥാർത്ഥ്യമാകുന്നു. നിലവിൽ സ്പെഷ്യൽ ഉത്സവ ട്രെയിനുകളുമായി ഓടിക്കൊണ്ടിരിക്കുന്ന പല സർവീസുകളും ഈ വാരം മുതൽ സ്ഥിരം സർവീസുകളായി മാറുകയാണ്. അതായത് ട്രെയിൻ അനുവദിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോസ്റ്റ്. മറ്റൊന്ന് നോക്കിയേ, മേളക്കുലപതി 3 മണിക്കൂർ മുന്നേ ഉള്ള പോസ്റ്റാണ്. മേളക്കുലപതി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർക്ക് പ്രഥമ പ്രസാദ് സ്മാരക രുദ്രപ്രസാദം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ ഗ്യാസ് കിട്ടാതെ നെട്ടോട്ടമോടുമ്പോൾ അവാർഡ് കൊടുത്ത് കളിക്കുകയാണ്. മറ്റൊന്ന് ഒരു ദിവസം മുന്നിട്ട പോസ്റ്റാണ്. വിശാഖപട്ടണം കൊല്ലം വീക്കിലി എക്സ്പ്രസ്സിന് ഇനി ഇരിങ്ങാലക്കുടയിലും സ്റ്റോപ്പ്. അതായത് ഇദ്ദേഹം പെട്രോളിയം ജോലി നിർത്തി റെയിൽവേയിലേക്ക് മാറി എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണത്. ജനകീയ രഥത്തിന് ഇനി ഉത്തര മലബാറിലും സ്റ്റോപ്പുകൾ. കേട്ടല്ലോ, നമുക്ക് പോസ്റ്റ് കാണുമ്പോൾ തോന്നും ഇദ്ദേഹം ഇനി റെയിൽവേ മന്ത്രിയാണോ എന്ന്. അതായത് സ്വന്തം വകുപ്പുമായി ബന്ധപ്പെട്ട് അതിരൂക്ഷമായ പ്രതിസന്ധി ഒരു നാട്ടിലുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വിശ്വഗുരു നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ ഗ്യാസ് മുടക്കിയതിനാണെന്ന് തോന്നുന്നു
ഒരു ദിവസം മുന്നേ അവാർഡ് കിട്ടുന്നത് ഏറ്റുവാങ്ങുകയാണ്. ഈ പാചകവാതകം അല്ലെങ്കിൽ അന്നം മുട്ടിച്ചതിനുള്ള പ്രത്യേക പുരസ്കാരം വിശ്വഗുരുജി എന്ന് അദ്ദേഹം ഏറ്റുവാങ്ങുകയാണ്. ഇറ്റ് വാസ് പ്രൊഫൗണ്ട് ഓണർ ടു സ്റ്റാൻഡ് ഓൺ സ്റ്റേജ് ടുഡേ ആൻഡ് ഡെലിവർ ദ വെൽക്കം അഡ്രസ് ഫോർ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി എന്ന പേരിലൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിനുശേഷം ഓണറബിൾ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു ഹോസ്റ്റഡ് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഫ്രം ആന്ധ്രാപ്രദേശ്. അങ്ങനെ അതിനെ സംബന്ധിച്ചൊരു പോസ്റ്റ്, അത് ദ്രൗപദി മുർമുവിനെ സംബന്ധിച്ചുള്ള പോസ്റ്റാണ്. ഇങ്ങനെ ശോഭാ സുരേന്ദ്രൻ ഒരു 2 ദിവസം മുന്നേ 3 ദിവസം മുന്നേ ഇദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അതായത് ഗ്യാസ് മുട്ടിച്ച, നേരത്തെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ തന്നെ ഈ മികവ് കൊണ്ട് ഒരു പൊന്നാട അണിയിച്ച് ആദരിച്ചതായിട്ട് വേണം നമ്മൾ കാണാൻ. ഇതേ നോക്കൂ, ഇങ്ങനെ ആദരിക്കലും അദ്ദേഹം കഴിഞ്ഞ ഏതാനും ദിവസമായി നാട്ടുകാർ ഗ്യാസിനു വേണ്ടി പൊറുതിമുട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം കേരളത്തിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. നോമ്പുതുറയൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആദരിക്കലും ഉദ്ഘാടന ചടങ്ങുകൾക്കും അപ്പുറം ഗ്യാസുമായി ബന്ധപ്പെട്ട് അത് ഏറ്റവും ഒടുവിൽ ആറ്റുകാൽ ക്ഷേത്രത്തിലെ നിവേദ്യം വരെ തടസ്സപ്പെടുന്ന സമയത്ത് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിക്ക് അവിടെ വരെ ഒരു കുറ്റി ഗ്യാസ് തിരുവനന്തപുരത്തുകാരനായിട്ട് പോലും എത്തിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം എന്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു? കണ്ടല്ലോ, ഒരു കേന്ദ്രമന്ത്രിയുടെ ജോലിയാണ്. നാട് നീളെ നടന്ന് ഉത്കടിച്ച് അവിടെ നിന്ന് പൊന്നാടയും മേടിച്ച് ട്രോഫികളും മേടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആൾക്കാർ ഗ്യാസ് ഇല്ലാതെ നട്ടോട്ടമോടുന്ന സന്ദർഭത്തിൽ, വീടുകളിൽ പാചക ഗ്യാസ് ഇല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ കുക്കിംഗ് ഗ്യാസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഗ്യാസ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സന്ദർഭങ്ങളിൽ അത് എത്തിച്ചു തരേണ്ട വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹം ആനന്ദ തുന്തിലനായി ആഘോഷിച്ച് നടക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ഇദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ച സന്ദർഭത്തിൽ പറഞ്ഞ മറുപടി, അത് ഈ കേട്ടവരുടെയും ചോദ്യം ചോദിച്ചവരുടെയും കിളി പോയി എന്ന് വേണം പറയാൻ. ഇത് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തും, ഒരു മന്ത്രി വമ്പൻ പരാജയമാണോ അല്ലയോ എന്ന്. പാചകവാതകം ഇല്ലാതായാൽ അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത കുറഞ്ഞു വന്നാൽ പോലും പെട്ടെന്ന് ഫ്ലട്ടർ ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് എല്ലാ രാജ്യത്തും ഉള്ളത്. അപ്പോൾ അത് തരണം ചെയ്യാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി. എല്ലാ രാജ്യങ്ങളുടെയും നേതാക്കളുമായിട്ട് ഇത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നതിനെ പറ്റി സംസാരിച്ച് ഇതിന് നമുക്ക് ചില ഇളവുകൾ അനുവദിച്ച് തരുന്നതിനും അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കുറച്ചധികം LPG വരാനുള്ള വഴി ഒരുങ്ങുന്നുണ്ട്.